തിരുദാസ് കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നല്ല കക്ക റോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അത്തിക്കടവ് കായലിൻ്റെ തീരത്താണ്. ഇവിടെ നിന്ന് കക്ക വാരുന്നത് മുതൽ കക്ക റോസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ഫുൾ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണത്. അപ്പോൾ ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. കായലിൽ നിന്ന് വാരിയെടുത്ത കക്ക അതിൽ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. 2 മണിക്കൂറിന് ശേഷം ഈ കക്കയുടെ ചിപ്പിയൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്. ഇതിൽ അഴുക്കൊക്കെ പോയിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം പുഴുങ്ങിയെടുക്കാം. വലിയൊരു പാത്രത്തിലാണ് ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അരമണിക്കൂറിന് ശേഷം ഇതിൻ്റെ ചിപ്പിയൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ മാംസമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും കേട്ടോ. പുഴുങ്ങിയെടുത്ത കക്കയാണിത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാംസം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ബ്ലാക്ക് കളറിൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് കൈ കൊണ്ടൊന്ന് ഞെക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോളും. അപ്പോൾ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിച്ചാൽ വയറിന് ചിലർക്കൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇവിടെ 1 കിലോ കക്കയിറച്ചിയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കക്കയുടെ ഉള്ളിലോട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്കത് അരമണിക്കൂർ മാറ്റി വയ്ക്കാം. കക്ക റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യമായിട്ട് ചേർക്കുന്നത്. ഇതൊരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലിട്ട് ഒരു 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് 4 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. സവാള വാടി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കക്ക കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കക്ക ഫ്രൈ ആയി വരാൻ ഏകദേശം ഒരു 15 മിനിറ്റ് വേണ്ടി വരും. അതുവരേക്കും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ കക്ക റോസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്താൽ കക്ക റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കക്ക റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്